പ്രേമി. കയ്യിലിരിക്കും എന്താണെന്നല്ല ചോദിച്ചത്. കുടുകുടെ ചിരിപ്പിച്ച് കിറ്റി കുട്ടിക്കലവറയിൽ. എവിടെന്നാ വരുന്നേ ഇപ്പം? കൃഷ്ണമൂർത്തിയല്ല. നമുക്ക് നല്ല മാച്ചാലേ. ഒട്ടും മാച്ചില്ല. ഇയാൾക്ക് എന്റെ അത്ര ഗ്ലാമറില്ല. കള്ള കള്ളം വിളകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. കറുപ്പാണ് കയ്യാലെ എന്നെ പിടിച്ച ഷഡ്ജം. എന്താണ് ഈ സംഗതി? അതായത് ഇങ്ങനത്തെ പാട്ടിന് ഓരോരോ രാഗം കാണുമല്ലോ. ഇതൊരു രോഗമല്ലേ? ചന്ദനപ്പൊട്ടിട്ട പാട്ടുമായി കൃഷ്ണമൂർത്തി. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണേ വട്ടം. നമസ്കാരം. കളിച്ചിരികളും തമാശകളും കൗതുകങ്ങളും നിറഞ്ഞ കുട്ടിക്കലവറയുടെ പുതിയൊരു വേദിയിലേക്ക് സ്വാഗതം. ചേച്ചി വരൂ. വെൽക്കം കുട്ടിക്കലവറ. ഡിനി എന്തായാലും കുട്ടിക്കലവറ വന്നോടുകൂടി ഡിനിയിലെ കുട്ടിത്തം കുറച്ച് കൂടിയതാവുന്നു. കുട്ടിത്തം പണ്ടേ ഉള്ളതാ. വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ് ഞാൻ. ഇപ്പോഴും എൻ്റെ ആ വീട്ടിലെ ഏറ്റവും ഇളയ ആളാണ്. പിന്നെ അതുപോലെ എൻ്റെ അപ്പാടെ ഫാമിലിയിലാണെങ്കിലും 9 മക്കളുണ്ട്. ആ 9 പേരിലെ ഏറ്റവും ചെറിയ കൊച്ചുമകളുമാണ്. നമ്മുടെ കുട്ടിക്കലവറയിലുള്ളതിലെ ഏറ്റവും ചെറിയ കുട്ടി അജയേട്ടനാണ്. പക്ഷെ എനിക്കൊരു കുട്ടിയുള്ളവരോ കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം. നമ്മുടെ ഈ കുട്ടിക്കലവറയിൽ ഡിനി വന്നതിന്റെ സന്തോഷത്തിൽ. കാരണം ഇവിടെ മെന്റേഴ്സ് ഒരുപാട് പേരുണ്ടെങ്കിലും നമുക്കൊരു ഡിനിയിൽ നിന്ന് ഒരു 2 വരി സംഗീതം. അജയ് ചേട്ടാ, അജയ് ചേട്ടൻ എൻ്റെ കൂടെ കൂടിക്കൂടെ? ഞാൻ കൂടും. പിന്നെ അജയ് ചേട്ടൻ ഇവിടെ എല്ലാവരെയും കൂടെ കൂട്ടാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു പാട്ടിന്റെ ഇടയ്ക്കുള്ള 2 ലൈൻ പാടാം. ചേട്ടനത് ഏത് പാട്ടാന്ന് പറയണം. ശരി, ആയിക്കോട്ടെ. വന്നരാജി മീട്ടും വസന്തം വശശോകമായി കാറ്റിൽ മിന്നിമായും വിളക്കായി കാത്തു നിൽപ്പതാരേ. ഷഡ്ജം. കിട്ടിയോ? ഇല്ലെങ്കിൽ ഞാൻ പാടാം. പഠിക്കും. ആരോ അതാണോ? വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ. ഞാൻ രക്ഷിച്ചു. ആരോ വിരൽ മീട്ടി. ആരെ മീട്ടി എന്ന് കൂടെ പറ. അജയേട്ടൻ. ഞാൻ മീട്ടിയോ? ഞാനല്ല മീട്ടിയത്, ഞാൻ ഷഡ്ജം എന്ന് പറഞ്ഞു തരുന്നത്. ആ ഷഡ്ജത്തിൽ ഉണ്ടായിരുന്നു മീട്ടല്. ഇനി വേറൊരു പാട്ടായിക്കോട്ടെ, ഇവർക്കൊക്കെ ഒന്ന് കൈയടിക്കാനും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനും. കറുപ്പാണ് കയ്യാലെ എന്നെ പിടിച്ച കാതൽ പൂ പൂക്കുതമ്മാ. കറുപ്പാണ് കയ്യാലെ എന്നെ പിടിച്ച കാതൽ പൂ പൂക്കുതമ്മാ. മനസ്സുക്കുള്ളിൽ തീ പിടിച്ച് ആടുതമ്മാ. പകൽ കനവിൽ കണ്ടതെല്ലാം വലിക്കുതമ്മാ. അവ മീസമിടിച്ച് മൂതിരപ്പേ പേട്ടുതമ്മാ. കറുപ്പാണ് കയ്യാലി എന്നെ പിടിച്ച കാതൽ പൂ പൂക്കുതമ്മാ. ആടുതമ്മാ. പകൽ കനവിൽ കണ്ടതെല്ലാം വലിക്കുതമ്മാ. അവ മീസ മുടിച്ച മൂതിരപ്പേ മേട്ടുതമ്മാ. കറുപ്പാണ് കയ്യാലെ എന്നെ പിടിച്ച കാതൽ പൂ പൂക്കുതമ്മാ. ചേച്ചി എന്തോ കുട്ടിക്കലവർ വന്ന് ഇളക്കി മറിച്ചു. ഈ പാട്ടുകൾ നമ്മൾ പാടുന്ന സമയത്തെ ഈ സംഗതി എന്നൊക്കെ പറഞ്ഞ ഈ ജഡ്ജ്മെന്റിലൊക്കെ പറയാറുണ്ട്. എന്താണ് ഈ സംഗതി? എനിക്കറിയില്ല, കാരണം ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. സംഗതി ഇല്ലാത്ത പാടുന്നുണ്ട്. അല്ല, സംഗതികളില്ലാത്ത പാട്ട് പാടുന്നത് കൊണ്ട് ഡെൻസിക്ക് അത് അറിയില്ല. സംഗതി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ശിവാനിക്കറിയാം. കൊടുക്കും മൈക്ക്. സംഗതി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം, അതിനൊരു ടോപ്പിക് ഉണ്ടാവുമല്ലോ, അതാണ് സംഗതി എന്ന് ഉദ്ദേശിക്കുന്നത്. പാട്ടിന്റെ ടോപ്പിക്കിനാണ് സംഗതി എന്ന് പറയുന്നത്. ടോപ്പിക് അല്ല, അതിനൊരു ഇതുണ്ടാവുമല്ലോ എന്തായാലും. അതാണ്. അതായത് ഇങ്ങനത്തെ പാട്ടിന് ഓരോരോ രാഗം കാണുമല്ലോ, അങ്ങനെയൊക്കെ പറയുമല്ലോ നമ്മുടെ സാറുമാരൊക്കെ ഇങ്ങനെ ജഡ്ജ്. അതുപോലൊക്കെ അതാണ് സംഗതി എന്ന് പറയുന്നത്. അതിനകത്ത് രാഗമല്ലല്ലോ, ഒരുതരം രോഗമല്ലേ.
എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അതുപോലൊക്കെ സംഭവങ്ങളാണ് ഇങ്ങനത്തെ സംഗതി എന്ന് പറയുന്നത്. പക്ഷെ കറക്റ്റായിരുന്നു, സംഭവം കറക്റ്റാ. അത് കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് മാറി ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? എനിക്ക് തോന്നുന്നു കൃഷ്ണൻ ഉണ്ടാവും, കാരണം പാട്ടുകാരനാ അല്ലേ? അൽസാബിത്ത് പറഞ്ഞ പോലെ തന്നെയാണത്. ആ, ഒരു എന്തായാലും മോന്റെ അമ്മ മ്യൂസിക് ഡയറക്ടർ അല്ലേ? മ്യൂസിക് ടീച്ചർ. മ്യൂസിക് ടീച്ചറാ. അങ്ങനെ ആകുമ്പോൾ ഒരു സംഗതി പാടി കേൾപ്പിച്ചെന്ന് കേൾക്കട്ടെ. അത് കൊക്ക് വെള്ളം എടുക്കുന്നതല്ലായി പോലെടാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അമ്മയുടെ കയ്യിൽ മൈക്ക് കൊടുക്കാം. ആ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു കസർത്തൊന്നും കേൾക്കട്ടെ. രാമനന്നു ബ്രോവരാ, 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 രാമനന്നു ബ്രോവരാ. ഇതിപ്പോ ഇതാണ് സംഗതി. ഗംഭീരായി, മനസ്സിലായി. ഒരു 4-5 സംഗതി ഇട്ട പിടികിട്ടി. പക്ഷെ എനിക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം, ഈ ഒരു ഒറ്റ പാട്ടിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. ഈ ബ്രോ എന്ന വാക്ക് എവിടുന്നാ വന്നത്? നമ്മളിപ്പോ എല്ലാം ഹായ് ബ്രോ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു പാട്ടിലൊരു ബ്രോ ഉള്ള വരും നമ്മള് അത് വരാന്ന് പറയുന്നുണ്ട്. ബ്രോ അജേട്ടാ, അല്ലല്ല, എല്ലാരും ന്യൂജൻ വാക്കാണ് ബ്രോ എന്ന് പറയാറുണ്ട്. അതെ. അപ്പൊ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തു അത് ന്യൂജൻ അല്ല. ചേച്ചി, ബ്രോ പറയാലോ. അപ്പൊ അതിന് ഗംഭീരായി. താങ്ക് യു ചേച്ചി. അപ്പൊ നന്നായിരുന്നു. അപ്പൊ നമുക്ക് സംഗതിയും കിട്ടി, അവിടെ നിന്ന് സംഭവം കിട്ടി. ഇനിയിപ്പോ പ്രേമി എന്താ പറയാനുള്ളത്? അജയേട്ടാ, ഇപ്പൊ ഇത്രയൊക്കെ നമുക്ക് പാട്ട് പാടി തന്നു, നമ്മൾ എൻജോയ് ചെയ്തു, ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്തു. പക്ഷെ നമുക്കൊരു ടാസ്ക് കൊടുക്കണ്ടേ? ഇവിടെ വന്ന് എന്താ സംസാരിക്കാനാണോ ഇഷ്ടം? ടാസ്ക് എഴുതിക്കൊള്ളുവോ? ഇത് പോരെ? അല്ല, ടാസ്ക് ഒരു കാര്യം ചെയ്യാം. ആ, പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്തു കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്തുകുത്തിയിരുന്നു. ചത്തുകുത്തിയിരുന്നു. ഇടയ്ക്കല്ല, എൻ്റെ അടുത്ത് നിന്നെ നോക്കരുത്. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്തുകുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്തുകുത്തിയിരുന്നു. മിക്കവാറും പാട്ട് പാടുന്നവർക്ക് കിട്ടുന്ന ഒരു സാധനം പറയാം. അതെ, അതെ, അതെ. കളകളം വിളക്കുമ്പോൾ അരുവിയിൽ അലകളിൽ ഒരു പുളകം. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മള് വിട്ടുകൊടുക്കരുത്. ചേട്ടാ ഒന്നുകൂടെ. കള്ളം ഇളകുമ്പോൾ ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. കളകളം ഒഴുകുന്ന അരുവിയിൽ ഒരു കുഴി കുഴിക്കണ അരിയല്ല പറഞ്ഞേ. കൃഷ്ണമൂർത്തി കറക്റ്റ് ആയിട്ട് പറയും. അതെ, എനിക്ക് വേണ്ടി എന്റെ കൃഷ്ണമൂർത്തി പറയുന്നതായിരിക്കും. കൃഷ്ണമൂർത്തി സ്റ്റേജിലേക്ക് വരൂ. എല്ലാരും നല്ലൊരു കൈയടി കൊടുത്തേ. ദേവനന്ദ പ്ലീസ് ഒന്ന് പറഞ്ഞല്ലോ, എനിക്കറിയില്ല. കള്ളം വിളക്കുമ്പോൾ ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. എനിക്കറിയില്ല. എന്നാ ഒരു പാട്ട് പാടാവോ ഞങ്ങൾക്ക്? ചന്ദന പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിലൊട്ടും കുറവില്ല പെണ്ണെ സുന്ദരി പൂങ്കുയിലേ, ആശയ്ക്കൊരാശയ്ക്കായി പെണ്ണെ കാണണം എന്നുണ്ട്, 2 മനസ്സാണ് പുണ്ടാരമോളെ എൻ്റെ നിക്കളിയേ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്, വളരെയധികം സന്തോഷം. താങ്ക് യു, താങ്ക് യു. കുട്ടിക്കലവറയിൽ സർപ്രൈസുകളുടെ പെരുമഴക്കാലമാണ്. നിങ്ങൾക്കായി ഒരു സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ട്. അജയേട്ടാ, എന്താണ് സർപ്രൈസ്? കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. നമ്മൾ എന്താ പറയുക, നമ്മളൊക്കെ സംസാരിക്കാറുണ്ട്, ഇവിടെയുള്ള പലരും ഇപ്പോൾ പ്രേമി സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ കൊച്ചു കൂട്ടുകാർ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ വരാൻ പോകുന്ന ഒരാൾ പുതിയ ഒരാളാണ്. അയാൾ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമായിരിക്കും. അതിലൊരുപാട് ഇവരെ രസിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റൂ, ബാക്കി നമുക്ക് കാണാം. ബാക്കി നേരിട്ട് കാണാന്ന് അല്ലേ? കുട്ടിക്കലവറയിൽ കുട്ടികൾക്കായും മെൻഡേഴ്സിനായും കുട്ടിക്കലവറയുടെ പ്രിയ പ്രേക്ഷകർക്കായും
ഒരു തകർപ്പൻ സർപ്രൈസ് ഇവിടെ ഒളിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങള്. കുട്ടിക്കലവറയിൽ പ്രിയ പ്രേക്ഷകർക്കായി ഞാൻ സ്വാഗതം ചെയ്യുന്നു വിനോദ് നർനാട്ട്. പ്ലീസ് വെൽക്കം. കുട്ടിക്കലറ മനസ്സിലായോ? മനസ്സിലായി. ഇതെന്താ കണ്ണുകിട്ടായിരിക്കാൻ കൊണ്ടുവച്ചിരിക്കാണോ? ഇല്ല ഹലോ, ഇതിന്റെ അവതാരിക്ക ആണോ? നമസ്കാരം. ഓ നമസ്കാരം. ഓക്കെ ഫ്രീ ആയിട്ടാണോ? ഫ്രീ ആയിട്ടാണ് ഫ്രീ ആയിട്ടൊരു നമസ്കാരം. ഓക്കെ. ഇഷ്ടായോ? എന്നെ മറന്നിട്ടില്ലല്ലോ. പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്. എങ്ങനെ മറക്കാനല്ലേ? സുഖമാണോ? സുഖം. പിന്നെ നല്ല സുഖം തന്നെ. നിനക്ക് സുഖമാണോ? പറഞ്ഞു കൊടുക്കും. നിനക്ക് സുഖമാണോ? അയ്യടാ ചോദിക്കാതെ അറിയില്ല. ചോദിക്കാതെ പറയില്ലെന്ന്. എന്നോട് ചോദിച്ചില്ല. സ്ഥിരം ഈ പുള്ളിയുടെ തോളത്തിന്റെയാണോ? അയ്യടാ പിന്നെ എവിടെ ഇരിക്കണം? പിന്നെ എവിടെ ഇരിക്കണം? ഞാൻ പക്രുവിനെ കൂടി ഈ സൈഡിൽ പക്രുവിനെ കൂടി എടുത്താൽ എങ്ങനെ ഉണ്ടാവും? അയ്യടാ വേണ്ട നാട്ടുകാർക്ക് കൺഫ്യൂഷൻ ആവും. കൺഫ്യൂഷൻ ആവുക? അത് വേണ്ട കേട്ടോ. കൺഫ്യൂഷൻ ആവില്ല. അങ്ങോട്ട് പോയാലോ? ഇങ്ങോട്ടാ? അയ്യടാ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെയോ കണ്ടിട്ടുണ്ടല്ലേ? എവിടെയാ കണ്ടിട്ടുള്ളത്? എവിടെയോ പരിചയം അല്ലേ? എവിടെയോ കണ്ടു പരിചയം പോലെ അല്ലേ? എവിടെയാ കണ്ടിട്ടുള്ളത്? എവിടെയാന്ന്? ആരോടാ? ഇവരോട് ചോദിച്ചേ. എവിടെയാ? കറുത്തമുത്ത്. ആണോ? കരിഞ്ഞമുത്തെന്നോ നാട്ടുകാർ പറയുന്നത്? കരിഞ്ഞമുത്ത വേണ്ട. കേറുത്താ? പ്രേമി. ആണോ? കയ്യിലിരിപ്പ് എന്താണെന്നല്ല ചോദിച്ചു. കയ്യിലിരിപ്പ് എന്താണെന്നല്ല ചോദിച്ചത്. കയ്യിലിരിപ്പും അത് തന്നെയാ, പേരും അത് തന്നെയാ. ഓ നല്ല പേര്. നല്ല പേര്. അധികം നേരം നിക്കണ്ടോ? അധികം നേരം നിൽക്കണില്ല. ഉടനെ പോകാം. ചേട്ടാ ഇങ്ങോട്ട് നോക്കിയേ. ഇവിടെ അവിടെ വിളിക്കണം. ഹലോ, എന്നെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇവിടെ 3 പേര് ഇരിപ്പുണ്ട്. ഇവരെ കണ്ടില്ലേ? ഹായ്. ഇവരൊക്കെ മനസ്സിലായോ? കൺഫ്യൂഷൻ ആയില്ലേ? ഇതിലാരാ ഇഷ്ടപ്പെട്ടെ? എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. അവനെല്ലാരും ഇഷ്ടമാണ്. കൊരങ്ങനല്ലേ? ഒരുപാട് വേണ്ട. ഒരുപാട് സുന്ദരികളെയൊക്കെ കണ്ടപ്പോ ആകെ കൺഫ്യൂഷനായി. ഒരുപാട് സന്ധ്യ. അതാരോ? അവര് ഓഹോ സമ്മതിക്കാൻ നന്നായി. സംഭവിച്ചു നന്നായില്ലേ? ഇല്ലെങ്കിൽ പ്രശ്നമായനല്ലേ? കൃഷ്ണമൂർത്തിക്ക് എന്തോ സംസാരിക്കാനുണ്ട്. കൃഷ്ണമൂർത്തി അല്ല, കൃഷ്ണമൂർത്തി. ഞാൻ മൂത്രി കേട്ടെ. നീ അങ്ങനെ കേൾക്കൂല്ലേ? ദൈവമേ, പറയൂ, കൃഷ്ണമൂർത്തിക്ക് എന്താ ചോദിക്കാൻ? പറയാ, ഈ കുരങ്ങനാണോ അതോ വേറെ കുരങ്ങനാണോ? ഞാനല്ല പറഞ്ഞു, നീയാ കുരങ്ങൻ. വേണ്ട വേണ്ടാട്ടോ. മതി വാല് നോക്കിയത് മതി. എന്നാ താമ്പർ ചേർന്ന് നക്കിത്തരും. ഇല്ല കൃഷ്ണമൂർത്തിയെ ഇങ്ങോട്ട് വിളിക്കണോ? വിളിക്കും. ഒറിജിനൽ ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പ്ലീസ് കൃഷ്ണമൂർത്തി വരൂ. ഇങ്ങോട്ട്. കൃഷ്ണമൂർത്തി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കൂ. ഡ്യൂപ്ലിക്കേറ്റ് ആണോ അതോ വേറെ സാധനമാണോ? ഡ്യൂപ്ലിക്കേറ്റ് ഇത് ഒറിജിനലാണോ? ഇത് ഒറിജിനലാണോ? കിറ്റി ഒരു ഉമ്മ കൊടുക്ക്. അവന് റിയൽ ആണെന്ന്. ഓക്കെ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഞാൻ UKG-യില്. ആണോ? UKG. ഒരു പാട്ട് പാടുവോ? പാട്ടാ? കിറ്റി ഒരു പാട്ട് പാടിക്കേ. ഞാൻ പാട്ട് പാടണോ? പക്ഷേ ഒരു കാര്യം, എന്താ? എല്ലാവരും എൻ്റെ കൂടെ ഒരുമിച്ച് പാടുവോ? എല്ലാവരും ഒരുമിച്ച് കിറ്റിയുടെ കൂടെ പാട്ട് പാടാം. ഒരുമിച്ച് പാടൂല്ലേ? എല്ലാവരും ഒരുമിച്ച് പാടണം. ഒരുമിച്ച് പാടണം. ഓക്കെ, ശരി, എന്നാ പാടിക്കോ. 1 2 3 4 5 6 7 8 9 10. എന്താ എന്തിനാ എണ്ണിയതല്ല, സ്റ്റാർട്ടാ. സ്റ്റാർട്ട് പറഞ്ഞാൽ മതി, എണ്ണണ്ട. ഓക്കെ എണ്ണണില്ല. സ്റ്റാർട്ട്. കുഞ്ഞിനി തീറ്റ കൊടുക്കാൻ ഞാൻ. അങ്ങനല്ലേ? പിന്നെ എങ്ങനെയാ? കുഞ്ഞിന് ഐസ്ക്രീം കൊടുക്കാൻ ഞാൻ. ഐസ്ക്രീമാ? ഇത് ആരുണ്ടാക്കിയ പാട്ടാ? ഞാൻ ഉണ്ടാക്കിയ പാട്ടാ. ഇത് ശരിയാവില്ല. തല്ലിപ്പൊളി പാട്ടാ. നല്ല പാട്ടാ. കോരങ്ങൻ. താനാ കുരങ്ങൻ. കുട്ടിക്കലവറ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? ഒരുപാട് കാര്യങ്ങളില്ലേ. കുട്ടികൾക്ക് പായസം ഉണ്ടാക്കാൻ അറിയാം. പായസം ഉണ്ടാക്കാൻ അറിയാമോ? അത് കൊള്ളാം, അതെനിക്കറിയാം. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി വേറെന്താ? ഒരു മിമിക്രി കാണിച്ചേ. മാക്രി അല്ല, മിമിക്രി. എന്ത് കാണിക്കണം? എന്ത് കാണിക്കണം? ഓക്കെ. ചേച്ചിയുടെ പേരെന്താ? ചേച്ചിയുടെ പേരെന്താ? നീ ചേച്ചോടാ. അവിടെ മുകളിൽ നീല സാരി എടുത്ത് ചേച്ചിരിക്കുന്നുണ്ട്. നീല സാരി എടുത്ത് ചേച്ചിരിപ്പുണ്ടല്ലേ? എന്റെ പേര് രാജി. ഓക്കെ, നല്ല പേരാ. നല്ല പേരല്ലേ? അപ്പൊ കാട്ടിൽ ഇഷ്ടമുള്ള ഒരു മൃഗത്തിന്റെ പേര് പറഞ്ഞു. പുലി. പുലിനോടാണ് ഇഷ്ടം. അത് ശരി, പുലിയോടാണ് ഇഷ്ടം. പുലിനെ കണ്ടിട്ടുണ്ടോ? പുലിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പുലി ചേച്ചിനെ കണ്ടു കാണില്ല. പുലി ചേച്ചിനെ കണ്ടു കാണില്ലേ? അതെങ്ങനെ മനസ്സിലായി? അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നേ. ആണോ? വേണ്ട, പാരാക്കരുത്. ബറോക്കുവോ? അപ്പോ ഒരു കാര്യം ചെയ്യും. നമ്മൾ കാട്ടിലൂടെ പോകുമ്പോൾ പെട്ടെന്നൊരു പുലി നമ്മുടെ മുമ്പിൽ ചാടി വീണു. നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, പുലി തന്നെ ചെയ്തിട്ട് പോയിക്കോളൂ. വേണ്ടാട്ടോ, നമുക്ക് പുലിയുടെ സൗണ്ട് കേൾക്കാം. കാണിക്കണോ?
പുലിയുടെ സൗണ്ട് കാണിക്കണോ? ഓക്കേ, റെഡി റെഡി റെഡി. ആ ഇപ്പൊ കാണിക്കും. ഭയങ്കര സൗണ്ടായിരിക്കും. ഇന്ന് കാണിച്ചേ. മ്യാവ്. ഇത് പൂച്ചയുടെ സൗണ്ടാണ്. നന്നായിട്ട് കാണിക്ക്. മ്യാവ്. ഇയാൾക്കേ പുലിയുടെ സൗണ്ട് കാണിക്കാൻ അറിയില്ല. അതുകൊണ്ടല്ല, പിന്നെ പുലിക്ക് ജലദോഷം. ജലദോഷോ? വേണ്ട മോനെ. വേണം മോനെ. ഓ എന്നാ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗത്തിന്റെ പേര് ഇയാള് പറഞ്ഞാൽ മതി. ഇയാൾ പറഞ്ഞാൽ ഇയാള് കോഴിനെ വളർത്തുന്നുണ്ടോ? ഇയാൾ കോഴിനെ വളർത്തണുണ്ടോ? ഇല്ല. ഉണ്ടെന്നാ തോന്നണേ. അതെങ്ങനെ മനസ്സിലായി? ഇയാ കോഴിക്കോട്ട. കോഴിക്കോട്ടെ. കോഴിക്കോട്ടെയോ? കാതിൽ കോഴിക്കോട്ട തൂക്കിയിട്ടിരിക്കില്ലേ? അയ്യോ അത് വേണ്ട, കമ്മലാണ്. അത് കമ്മലാണ്. ഓ ഞാൻ വിചാരിച്ചു കൊട്ടയാണെന്ന്. കൊട്ടയാണ് അത് ഞാൻ. കാട്ടിൽ നിന്ന് വന്നോണ്ടാ മനസ്സിലാവാത്ത. അയ്യടാ, ഇത് നാട്ടിലാണോ? ഞങ്ങള് നാട്ടിലെ പുലികളാ. കണ്ടറിയില്ലാട്ടോ. ഓ പിന്നെ വാല് കാണാനില്ലല്ലോ. വാല് കാണാനില്ലല്ലേ? കാട്ടിൽ നിന്ന് ഒരു കുരങ്ങൻ ഇങ്ങനെ കുറ്റിയും പറിച്ച് വന്നിരിക്കുവാ. ആരാ കറങ്ങൻ? നീയാ കറങ്ങത്തി? നീയാ കുരങ്ങൻ. പിന്നെ പുലിയുടെ ശബ്ദം പോലും അറിയില്ല കാട്ടിന്നാ വന്നതെന്ന്. അയ്യടാ. നാണമില്ലല്ലോ പറയാനായിട്ട്. ഇവർക്ക് ജലദോഷം ഒന്നും നാണമില്ലല്ലോ പറയാനായിട്ട്. അയ്യടാ, ഇയാൾക്ക് പിന്നെ നാണമില്ല. പുലിക്ക് ജലദോഷം. പ്രേമി വിട്ടേക്ക് പാവം. ഞാൻ നീ എന്നെ കുരങ്ങനെ ശരിയാക്കി ഞാൻ. കൊരങ്ങാരാണെന്ന് മനസ്സിലായി. കുരങ്ങാനാണെന്ന് മനസ്സിലായില്ലേ? മോൾ കേട്ടിരിക്കുന്ന കണ്ടപ്പോ മനസ്സിലായി കുരങ്ങാരാ. വാല് കാണാനല്ലേ? നാണമില്ലല്ലോ കുട്ടികളവരെ എന്നിട്ട് പൂച്ചയുടെ കൊച്ചെടുക്കാൻ. ഇയാൾക്ക് നാണമില്ലല്ലോ. കൊട്ടയും തൂക്കി നടക്കുന്നു. വേണ്ട, ഈ കുട്ടി വല്ല ഉപദ്രവിക്കും. ഞാൻ വയലന്റ് ആവും കേട്ടോ. ആണോ? കണ്ടകളി തോന്നി വയലന്റ് ആണെന്ന് കൂട്ടത്തിൽ. ആ സൈലന്റ് വാലിന്ന് വന്നിട്ട് എന്നെ വയലന്റ് ആക്കരുത്. കിറ്റി എന്താ ഡ്രസ് ഇല്ലാണ്ട് വന്നേ? ഇത് തന്നെ കൂടില്ല. ഇത് തന്നെ കൂടുതലല്ലേ? ഓക്കെ ഓക്കെ. കുട്ടിയുടെ പേര് കുട്ടികളൊക്കെ കളിയാക്കില്ലേ? കുട്ടിയുടെ പേരെന്താണ്? പേര് പറയണോ? അറിയാൻ പറ്റാത്ത പേരാണെങ്കിൽ പറയണം. സയന. അറിയാൻ പറ്റാത്ത വൃത്തിയോടെ പേരായിരിക്കും. ഇല്ല ഇല്ല, നല്ല പേര്. അല്ലല്ല, വളരെ നല്ല പേരാ. അറിയോ? സയന. സൈന, നല്ല പേരാ. എന്താ ചെയ്യുന്നേ? ഇപ്പൊ ഇവിടെ ഇരിക്കണു. കിറ്റിനെ അത് കണ്ടപ്പോൾ കണ്ടോണ്ട് മനസ്സിലായി, ഞാൻ കിറ്റിയുടെ ഇവിടെ സൗന്ദര്യം ആസ്വദിച്ച് ഇവിടെ ഇരിക്കുക. ആണോ? അയ്യടാ, ആസ്വദിക്കാം. ആസ്വദിക്കാം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ഹോഗി? ഹോബി എന്താണ്? പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊക്കെ തന്നെ. വെറുതെ ഇതൊക്കെ തന്നെ. ആ ഇതൊക്കെ തന്നെ എന്ന് പറയുമ്പോ എന്തായിരിക്കും? ആയിനോട്ടം. വായി നോട്ടോ? വേണ്ടാട്ടോ. വേണം. ആ ആ. കിറ്റിയോട് സംസാരിക്കാൻ അൽസാബിത്ത് വരുന്നുണ്ട്. അൽസാബിൻ വരൂ. ഇവിടെ നിൽക്കുന്നറിയോ? വരൂ. അത് സാധിക്കുന്ന സീരിയലിൽ കാണാറില്ലേ? കാണാറുണ്ട്. ആ സീരിയല് തീറ്റ കൊണ്ടുവരാണല്ലോ. തീറ്റ പണ്ടാരാണല്ലേ? കുക്ക് ചെയ്യുന്ന കുട്ടിയാ. ആണോ? ആ എനിക്ക് എന്തെങ്കിലും ബുക്ക് ചെയ്ത് തരുമോ? എന്തെങ്കിലും ബുക്ക് ചെയ്ത് കൊടുക്കും അവന്. എന്ത് തരും? എന്ത് വേണം? പ്രശ്നമായല്ലോ. പ്രശ്നമല്ലേ? ആ ഫ്രൂട്ട്സ് സലാഡ് മതി. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയാൽ മതി. എപ്പോൾ തരും? ഇത് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് തരും. ആണോ? ഓക്കെ, താങ്ക് യു. കൊതുകിന്റെ കടി കൊള്ളാതിരിക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കും. അറിയണോ? കൊതുക് കടിക്കാൻ വരുമ്പോൾ ഞങ്ങൾ ഓടിക്കളഞ്ഞാൽ മതി. ഇതാണ് മാർഗം. ഓടിക്കൊണ്ടിരുന്ന കൊതുക് കടിക്കില്ല. ചേച്ചാ. അതാ ചമ്മ. വേണ്ട. ഡിനി ചേച്ചിക്ക് എന്തോ ചോദിക്കാനുണ്ട്. കിറ്റി കുട്ടിക്കലവറെ വന്നിട്ട് കിറ്റിക്ക് എന്താ ഞങ്ങളോട് പറയാനുള്ളത്? പാചകം ചെയ്യണം. പാചകം ചെയ്യണം അല്ലേ? പക്ഷേ കണ്ടമാനം വലിച്ചു വാരി തിന്നരുത്. കണ്ടമാനം വലിച്ചു വാരി തിന്നരുത് അല്ലേ? എന്താ കാര്യം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഷുഗർ പേഷ്യൻസ് ഉള്ളത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഷുഗർ പേഷ്യൻസ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് എവിടെയാ? കേരളത്തിലാ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഉള്ളത് എവിടെയാ? എവിടെയാ? കേരളത്തിലാ. അപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഹാർട്ട് ഉണ്ടെന്ന് മനസ്സിലായി. ഹാർട്ട് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഭക്ഷണം പാചകം ചെയ്യാം, രുചികരമായിട്ട് കഴിക്കാൻ കുഴപ്പമില്ല. കണ്ടമാനം തിന്നരുത്. പ്രശ്നമാണല്ലോ. കുട്ടിക്കലവറയിൽ വന്നിട്ട് കിറ്റിക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താണ്? കുട്ടികളെയാണല്ലേ? എല്ലാവരും ഇഷ്ടമായില്ലേ? എല്ലാരും ഇഷ്ടമായി. പക്രുച്ചേട്ടന് ഇഷ്ടമായി. അത് നേരത്തെ ഇഷ്ടമായതല്ലേ? അവരോട് എന്താ കിറ്റിക്ക് പറയാനുള്ളത്? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. കുക്ക് ചെയ്യുന്നതായാലും പഠിക്കുന്നതായാലും ഹാപ്പി ആയിട്ട് ചെയ്യണം അല്ലേ? ഇടയ്ക്ക് കളിക്കണം അല്ലേ? നന്നായിട്ട് കളിക്കണം. നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് കളിക്കണം അല്ലേ? ഓക്കെ. ഹാപ്പി ആയിട്ട് ചെയ്യുന്ന ഏത് പ്രവൃത്തിയും, നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അതെങ്ങനെയായിരിക്കും? 100% വിജയം. 100% വിജയമായിരിക്കും ഇല്ലേ? താങ്ക് യു വിനോദ്. ചുവന്ന കണ്ണുകളും നീണ്ടുകൂർത്ത ചുണ്ടുകളുമായി കുട്ടിക്കലവറയെ ലക്ഷ്യമാക്കി ആ ഭീകരന്മാർ എത്തുകയാണ്. കുട്ടിക്കലവറയുടെ രക്ഷകന്മാരായി അഭിനന്ദും കൃഷ്ണമൂർത്തിയും.
അഭിനന്ദും കൃഷ്ണമൂർത്തിയും കോഴികളെ പിടിക്കാൻ ഓടടാ ഓട്ടമാണ്. കോഴികളുണ്ടോ പിടികൊടുക്കുന്നു. കുറെ നേരത്തെ ഓട്ടത്തിനൊടുവിൽ അവർ കോഴി ഭീകരന്മാരെ കൈപ്പിടിയിലൊതുക്കി. നമ്മുടെ കുഞ്ഞുമാണ് ഇവിടുത്തെ ഫസ്റ്റ് കാള്. നമ്മുടെ സെക്കൻഡ് അപ്പോഴാണ് കുട്ടിക്കലവറയുടെ കുട്ടിപ്പട്ടാളം കടന്നു വരുന്നത്. ഇപ്പൊ ഈ കോയെ പിടിച്ചിട്ടുണ്ട്, ഓടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ വിടും. അപ്പൊ നിങ്ങൾക്ക് ആരാ ആദ്യം പിടിക്കണം? അതല്ല, പിടിക്കുമ്പോ പറയാം. അപ്പൊ ഞാനാണ് ഫസ്റ്റ് പറയുന്നത്. ആ ആൾക്ക് ഞാൻ ഒരു സമ്മാനം തരും. അവർക്കിട്ടായി അഭിനന്ദിന്റെയും കൃഷ്ണമൂർത്തിയുടെയും വക ടാസ്ക്. പോയി ആ കോഴികളെ പിടിച്ചുവാ. പിന്നെ അവിടെ നടന്നത് എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. കോഴിയെ പിടിക്കാൻ ഓടുന്ന കുട്ടികൾ, ജീവൻ രക്ഷിക്കാൻ ഓടുന്ന കോഴി. കോഴിയെ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുട്ടി ഭീകരന്മാരുടെ മനസ്സ് മാറി. നമുക്ക് ഈ കോഴികളെ വളർത്തിയാലോ എന്നായി ആലോചന.